നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മേഖലയിലെ വിവിധ മണ്ഡലങ്ങളിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മഹിളാ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചേർപ്പിൽ സ്വീകരണം നൽകി. കെ കൊച്ചുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത രാസലഹരിയായ MDMAയുമായി തൃപ്രയാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ആചരിച്ചു. DCC മുൻ വൈസ് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡല പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ, KK അശോകൻ, CK വിനോദ, IA വിൽസൺ, KP സുബ്രൻ, ബൈജു സെൻ ജോൺ, P സന്ദീപ്, ജോർജ് ആൻഡോ, AS ഉണ്ണികൃഷ്ണൻ, M സുജിത് കുമാർ, ഫൈസൽ, TN ഉണ്ണികൃഷ്ണൻ, സുജിത്ത് തെറമ്പത്ത, KD ഫ്രാൻസിസ്, ഷാജൻ കൈപ്പള്ളി, ജെൻസൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചേർപ്പിൽ സ്വീകരണം നൽകി. കെ കൊച്ചുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യസഭയിലേക്ക് പാർട്ടി നിയോഗിച്ചപ്പോൾ എറണാകുളത്ത് അവരെ ഒരുക്കുന്ന ഒരു പരിപാടിയിൽ ഞാനുണ്ടായിരുന്നു. ആശങ്ക തോന്നിയിരുന്നു. വളരെ ഉയർന്ന നേതൃത്വം, പരിചയസമ്പത്തുള്ള നേതാക്കൾ വഹിച്ചിട്ടുള്ള പദവി എങ്ങനെയാണ് ഈ പുതുമുഖം നേരിടുക എന്ന സംശയത്തോടു കൂടി തന്നെയാണ് ഞാനും നോക്കിക്കണ്ടത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു ശങ്കയ്ക്കും ഇടയില്ലാതെ പറയുന്നു, നാളത്തെ കേരളത്തിന്റെ വാഗ്ദാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷെബി മേത്തർ. അഭിമാനത്തോടു കൂടി നാം ഏറ്റെടുക്കുന്നു. ഈ രാജ്യത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താനും അവർക്ക് ജഗദീശ്വരൻ കഴിവ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുബിത അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ്, സുനിൽ ലാലൂർ, സിജോ ജോർജ്, K രാമചന്ദ്രൻ, നിർമ്മല, ഷൈജ വിനോദ്, ഷീല ഹരിദാസ്, C അനിത, സുജിഷ കള്ളിയത്ത്, ദിവ്യ സന്തോഷ്, ധന്യ സുനിൽ, സുലോചന, വിദ്യ രമേശ്, റീജ ജോണി, ലത സുരേന്ദ്രൻ, ശ്രുതി ശ്രീശങ്കർ, ഗീത രതീഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, സഹോദരിമാരെ, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖങ്ങൾ. നിങ്ങൾ ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയും തന്നെയാണ് ഞങ്ങൾക്കും ഇനി മുന്നോട്ടുള്ള യാത്രയിലുള്ള ഊർജവും ഇന്ധനവും. ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരോടും രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത രാസലഹരിയായ MDMAയുമായി തൃപ്രയാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. പണിക്ക വീട്ടിൽ 36 വയസ്സുള്ള മൻസൂർ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്.
നിരോധിത രാസലഹരിയായ MDMA ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച തൃപ്രയാർ ആൽമാവിന് സമീപം റോഡരികിൽ നിൽക്കുന്നതായി കണ്ടതിനെ തുടർന്ന് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ്, പ്രബിൻ എന്നിവരും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി TK പോറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നന്ദകുമാർ കോങ്ങാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറിമാരായ ടോമി പെല്ലിശ്ശേരി, AD ജോണി, മണ്ഡലം നേതാക്കളായ ജോസ് ചാഴൂർ, MC കുട്ടപ്പൻ, പോൾ കുന്നൻ, ഡെന്നസ് പെല്ലിശ്ശേരി, ശ്രീനിവാസൻ വെങ്ങാലി, വർഗീസ് പെല്ലിശ്ശേരി, CO ജോൺസൺ, TV ജോൺസൺ, സുബ്രഹ്മണ്യൻ കുറുവത്ത്, ബൈജു എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ 34ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. ആനക്കല്ല് 7 കമ്പനി സെന്ററിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണ പ്രഭാഷണത്തിനും മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. 7 കമ്പനി വാർഡ് പ്രസിഡന്റ് ഗിൽബർട്ട് തോമസ്, VI ജോൺസൺ, NR ചന്ദ്രൻ, രാജൻ നടുവിൽ, ജോയ് പയ്യപ്പള്ളി എന്നിവർ സംസാരിച്ചു. വാർഡ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കോടന്നൂരിൽ സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ഈ സാഹസ് യാത്ര എന്നുള്ള പേരിട്ടത് എന്ന് ഷെബി മേത്തറോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇത് പഞ്ചായത്തുകൾ തോറും പഞ്ചായത്തിലേക്കാണ് ഈ യാത്ര എത്തുന്നത്. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട്. കാൽനട യാത്രകൾ നടത്തിയിട്ടുണ്ട്, അസംബ്ലി തലത്തിലുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്, ജില്ലാ തലത്തിലുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടുള്ള മറ്റാളുകളും ഇതുപോലൊക്കെ തന്നെ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പെണ്ണൊരുത്തി ഒരു യാത്ര നടത്തുകയാണ്. അത് 568 പഞ്ചായത്തുകൾ പിന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ആ പെണ്ണൊരുത്തി വിരൽ ചൂണ്ടുന്നത് ഈ സർക്കാരിനെതിരാണ്. ആ പെണ്ണുരുത്തി സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദിക്കെതിരെയാണ്. നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടുന്നത് കോടന്നൂരിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ രാജ്യസഭയിൽ പല ബില്ലുകൾ വരുമ്പോൾ ആ ബില്ല് അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ, ഇന്ത്യൻ രാജ്യസഭയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് രാജ്യസഭയിൽ സംസാരിക്കുന്നതും ഈ പെണ്ണുരുത്തിയാണ്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. AICC മെമ്പർ രമ്യ ഹരിദാസ്, KPCC സെക്രട്ടറി പ്രസാദ്, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TK പോറിഞ്ചു, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് നന്ദകുമാർ കോങ്ങാട്ടിൽ, ബിജു പണിക്കശ്ശേരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗിരിജ ഗോപിനാഥ്, പഞ്ചായത്ത് അംഗം ജൂബി ചെറിയത്ത്, മാലതി പരമേശ്വരൻ, ബിന്ദു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ജീവിച്ച മുൻനിര പോരാളിയായി, കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായി ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത ഗാന്ധിയെ വധിച്ചു. കോടതി മുറിക്കുള്ളിലെത്തി ഗാന്ധിയെ വധിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ഗാന്ധിജിയെ, മഹാത്മജിയെ വധിച്ചു എന്ന് പറഞ്ഞ ആളുകളാണ്. ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരേ ഒരു പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അവിടം കൊണ്ടും തീർന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയങ്കരിയായ പുത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പഞ്ചാബിലെ ചില ആളുകൾ കടന്നു വന്ന് പറഞ്ഞു, ഈ രാജ്യത്തിന് ഞങ്ങൾക്കൊരു സംസ്ഥാനത്തിനെ ഒരു രാജ്യമാക്കി വിഭജിക്കണം, പഞ്ചാബിനെ ഒരു രാജ്യമാക്കി വിഭജിക്കണമെന്ന് പറഞ്ഞ ആളുകളോട് സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഈ രാജ്യത്ത് നിന്ന് പഞ്ചാബിനെ കീറി മുറിക്കുവാൻ അനുവദിക്കുകയില്ല, എന്റെ ശരീരം കീറി മുറിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ ശ്രീമതി ഗാന്ധി. ആലപ്പാടുള്ള അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതായത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ദുരിതത്തിലാക്കുന്നു.
ദിനംപ്രതി നിരവധി ആളുകളെത്തുന്ന പ്രദേശത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ മഴയും വെയിലുമേറ്റ് ബസ് കാത്തുനിൽക്കേണ്ട ഗതികേടിലാണ് ഇവർ. ചാഴൂർ പാറളം പഞ്ചായത്തുകളിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിനംപ്രതി 500ഓളം പേരെത്തുന്നുണ്ട്. പണ്ട് ആശുപത്രിക്ക് മുൻപിലായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നെങ്കിലും റോഡ് കാന വികസനവുമായി ബന്ധപ്പെട്ട് അത് നീക്കിയതോടെയാണ് പ്രതിസന്ധിയായത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മഴയും വെയിലുമേറ്റ് ബസ് കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. എത്രയും വേഗം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൂച്ചനിപ്പാടം, ഊരകം, പെല്ലിശ്ശേരി, വല്ലച്ചിറ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള യാത്രാമധ്യേ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ 9447618513 9946624008 എന്നീ നമ്പറുകളിൽ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8930 രൂപ, പവന് 71,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മേഖലയിലെ വിവിധ മണ്ഡലങ്ങളിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മഹിളാ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചേർപ്പിൽ സ്വീകരണം നൽകി. കെ കൊച്ചുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത രാസലഹരിയായ MDMA-യുമായി തൃപ്രയാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.